സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കേരള PSC 14-ാം തീയതി UP സ്കൂൾ ടീച്ചർ എന്ന തസ്തികയിലേക്കായിട്ട് പരീക്ഷ നടത്തിയിരുന്നു. അപ്പോൾ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ GK ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ് എന്നിവ അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ 1930 മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്തവർ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധം ഇല്ലാത്തവർ. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓരോന്ന് നോക്കാം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, KK അളപ്പൻ, മൊയ്യാരത്ത് ശങ്കരൻ, P കൃഷ്ണപിള്ള, TK മാധവൻ, ഇക്കണ്ട വാര്യർ, RV ശർമ്മ, E മൊയ്തു മൗലവി. ഇതിൽ ബന്ധമില്ലാത്തവരാരാണ്? ഓപ്ഷൻ സി ആണ്. സി, TK മാധവൻ, ഇക്കണ്ട വാര്യർ എന്നിവരാണ് ഉപ്പു സത്യാഗ്രഹവുമായിട്ട് ബന്ധമില്ലാത്തവർ. അടുത്ത ചോദ്യം, സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ കേന്ദ്ര കഥാപാത്രം ആക്കിയിരിക്കുന്നത് ആരെയാണ്? കേരള സിംഹം ആരാണ്? പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ. കേരള സിംഹം എന്ന നോവൽ ആരുടേതാണ്? സർദാർ KM പണിക്കരുടേതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 4 സമ്മേളനങ്ങൾ കാലഗണനാക്രമത്തിൽ നൽകിയിരിക്കുന്നു. ശരിയായത് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 4 സമ്മേളനങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പം അതിൽ കാലക്രമം ശരിയായത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സി, ബോംബെ, കൽക്കട്ട, മദ്രാസ്, അഹമ്മദാബാദ്. ബോംബെയിൽ എന്നാണ് നടന്നത്? ബോംബെയിൽ നടന്ന വർഷം 1885 ആണ്. 1885. കൽക്കത്തയിൽ 1886. പിന്നെ മദ്രാസിൽ നടന്നത് 1887 അലഹബാദിൽ നടന്നത് 1888. അപ്പം കാലഗണനാക്രമത്തിൽ പറയുമ്പോൾ ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹബാദ്. ഇനി അടുത്ത ചോദ്യം, 1931 മാർച്ച് 23 ഭഗത് സിംഗിനൊപ്പം ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വിപ്ലവകാരികൾ ആരൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കൊപ്പം? ഭഗത് സിംഗിനൊപ്പം തൂക്കിലേറ്റപ്പെട്ടവർ. എന്നാണ് തൂക്കിലേറ്റിയത്? 1931 മാർച്ച് 23. ഈ ഡേറ്റ് ഓർക്കാം. 1931 മാർച്ച് 23 ഭഗത് സിംഗിനൊപ്പം തൂക്കിലേറ്റപ്പെട്ടവർ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ആരൊക്കെയാണ്? രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരാണ്. രാജ്ഗുരു, സുഖ്ദേവ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് 1936 തൃശ്ശൂരിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ ഡി, ഇ ഇക്കണ്ട വാര്യർ. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ 6 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത്? ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്? നിസ്സഹരണ പ്രസ്ഥാനം. താഴെ പറയുന്ന സംഘടനകളിൽ പാലിയം സത്യാഗ്രഹ സമരവുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നു കൊച്ചി രാജ്യപ്രജാ മണ്ഡലം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധം ഇല്ലാത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ്. ആര്യഭട്ട വിക്ഷേപിച്ചത് എന്നാണ് ചോദ്യം. 19 ഏപ്രിൽ 1975. 19 ഏപ്രിൽ 1975. അടുത്ത ചോദ്യം, തെറ്റായത് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. 9ാമത്തെ ചോദ്യം, ദർശനമാല, ശ്രീനാരായണ ഗുരു, പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ, കണ്ണീരും കിനാവും വീട്ടി ഭട്ടതിരിപ്പാട്, ആത്മാനുതാപം, വാഗ്ഭടാനന്ദൻ. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ആത്മാനുതാപം ആരുടെ കൃതിയാണ്? ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ കൃതിയാണ് ആത്മാനുതാപം എന്നത്. അപ്പം ദർശനമാല, ശ്രീനാരായണ ഗുരു, പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ, കണ്ണീരും കിനാവും വീട്ടി ഭട്ടതിരിപ്പാട്, ആത്മാനുതാപം ചാവറ. അടുത്തത്,
1924 ഹരപ്പൻ സംസ്കാരത്തിന്റെ കണ്ടെത്തൽ പ്രഖ്യാപിച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ. ഹരപ്പൻ സംസ്കാരത്തിന്റെ കണ്ടെത്തൽ പ്രഖ്യാപിച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ 1924. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജോൺ മാർഷൽ ആണ്. ജോൺ മാർഷൽ. സസ്യശാസ്ത്രം, ജൈവ വർഗീകരണ ശാസ്ത്രം എന്നീ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകി ഈ അടുത്ത കാലത്ത് അന്തരിച്ച സസ്യശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ഉത്തരം. ഡോക്ടർ KS മണിലാലാണ്. സസ്യശാസ്ത്രം, അതുപോലെ ജൈവ വർഗീകരണ ശാസ്ത്രം എന്നീ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകി ഈ അടുത്ത കാലത്ത് അന്തരിച്ച സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ KS മണിലാലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത്. മഹാരാഷ്ട്ര. താഴെ പറയുന്നവയിൽ അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന ലൂണി നദിയുടെ പോഷക നദികളിൽ പെടാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നു ലിൻറി, സുക്രി, ബേത്വ, ജവായ്. ഇതിൽ ലൂണി നദിയുടെ പോഷക നദി അല്ലാത്തത് ബേത്വ ആണ്. ബേത്വ യമുന നദിയുടെ പോഷക നദിയാണ്. അടുത്തത്, സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാല അടിക്കുമ്പോൾ തീരശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗം അറിയപ്പെടുന്ന പേര്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ക്ലിഫ് ആണ്. ക്ലിഫ്. താഴെ പറയുന്നവയിൽ പീറ്റ് മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? പീറ്റ് മണ്ണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഗുജറാത്ത് തീരപ്രദേശമാണ്. പീറ്റ് മണ്ണ് ഗുജറാത്ത് തീരപ്രദേശം തന്നിരിക്കുന്നത്. അടുത്തത്, ഗ്രാമസ്വരാജിനെ സ്വയംഭരണ ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗ്രാമസ്വരാജിനെ സ്വയംഭരണ ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അധികാര വികേന്ദ്രീകരണം ശക്തിപ്പെടുത്തുന്നതിനായി 1957 രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ഏത്? എന്തിനു വേണ്ടി? അധികാര വികേന്ദ്രീകരണം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അടുത്ത ചോദ്യം, 2024 ഡിസംബർ 11 മുതൽ റിസർവ് ബാങ്കിന്റെ ഗവർണറായി ചുമതലയേറ്റത്? ഓപ്ഷൻ സി ആണ്. സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 50ാമത്തത് DY ചന്ദ്രചൂഡ്. 50ാമത് DY ചന്ദ്രചൂഡ്. 51ാമത് ആരാണ്? 51ാമത്, അതായത് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അടുത്തത്, ഒരു മാധ്യമത്തിൻ്റെ മർദ്ദം കൂടുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രവേഗം ഡാഷ് ആകുന്നു. എന്ത് കൂടുമ്പോൾ? മർദ്ദം കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ പ്രവേഗം മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. താഴെ തന്നിട്ടുള്ളവയിൽ പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് കാൻഡലയാണ്. 125 സെൻറ്റിമീറ്റർ വക്രത ആരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുൻപിൽ 10 സെൻറ്റിമീറ്റർ ദൂരത്തിൽ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ഡാഷ് ആയിരിക്കും. 30 സെൻറ്റിമീറ്റർ. ഒരു കോയിലിലൂടെ കാന്തിക ഫ്ലക്സ് സമയത്തിനൊപ്പം മാറുമ്പോൾ കോയിലിൽ EMF പ്രേരിതമാക്കപ്പെടുമെന്ന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത് ആര്? ഫാരഡേ ആണ്. അടുത്തത്, ഭൂമിയുടെ ഉപരിതലത്തിൽ 5 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം 11.2 km/s ആണെങ്കിൽ 10 കിലോഗ്രാം ഭാരമുള്ള മറ്റൊരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്രയായിരിക്കും? 11.2 km/s തന്നെയായിരിക്കും. അടുത്തത്, സ്ഥിര പ്രവാഹത്തിലുള്ള ഒരു ദ്രവത്തിൽ ഇടുങ്ങിയ ഭാഗത്തുണ്ടാകുന്ന പ്രവേഗ വേഗത വർധനവ് ഡാഷിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ദ്രവ്യ സംരക്ഷണ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു തിരശ്ചീന മേശയിലൂടെ ചലിക്കുന്ന ഒരു ചതുരക്കട്ടയിൽ ഗുരുത്വാകർഷണ ബലത്തിന്റെ പ്രവൃത്തി ഡാഷ് ആയിരിക്കും. ഗുരുത്വാകർഷണ ബലത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് 0 ആയിരിക്കും.
ചന്ദ്രനിഗൂഢത എന്ന പ്രതിഭാസം മൂലം സെപ്റ്റംബർ 14, 2022 കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായ ഗ്രഹമേതാണ്? യുറാനസ് ആണ്. 2023 ജൂലൈ 14 ISRO വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 റോവറിന്റെ മിഷൻ ലൈഫ് എത്രയാണ്? 14 ഭൗമദിനങ്ങളാണ്. 14 ഭൗമദിനങ്ങൾ. ഹൈഡ്രജന്റെ ട്രിഷിയം എന്ന ഐസോട്ടോപ്പിൽ എത്ര ന്യൂട്രോണുകൾ അടങ്ങിയിരിക്കുന്നു? ട്രിഷിയം എത്ര ന്യൂട്രോണുകളാണ്? 2. O-2, F-Na+, Mg2+, ഇവ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി ആണ് ഐസോ ഇലക്ട്രോണിക് പദാർത്ഥങ്ങൾ. ശ്രവണ സഹായികളിൽ ഉപയോഗിക്കുന്ന സെൽ മെർക്കുറി സെൽ ആണ്. രാസപ്രവർത്തനം A+B പ്രോഡക്ട്സ്, ഇതിൻ്റെ നിരക്ക് സമവാക്യം R = Ka1/2 B2. ഇത് പ്രകാരം രാസപ്രവർത്തനത്തിൻ്റെ ഓർഡർ ഓപ്ഷൻ എ ആണ്. 2.5 രാസവാക്യം C5H12 എത്ര ഐസോമറുകൾ സാധ്യമാണ്? 3. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലയത്വം വർദ്ധിക്കുന്നു എപ്പോൾ? ഓപ്ഷൻ ബി ആണ് മർദ്ദം കൂടുമ്പോൾ. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലയത്വം വർദ്ധിക്കുന്നു മർദ്ദം കൂടുമ്പോൾ. സിറിഞ്ചിന്റെ പ്രവർത്തനം ഏത് വാതക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ ബി ആണ് ബോയിൽ നിയമം. വൈദ്യുതി കടത്തിവിടുന്ന കാർബണിന്റെ അലോട്രോപ്പ് വൈദ്യുതി, ഓപ്ഷൻ സി ആണ് ഗ്രാഫൈറ്റ്. സിസ്പ്ലാറ്റിൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് ക്യാൻസർ ചികിത്സയ്ക്ക്. ശ്വസന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും കോശപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നതുമായ ഊർജം സംഭരിക്കുന്ന രൂപം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ATP ആണ്. ATP. പാൻക്രിയാറ്റിക് ഐലറ്റുകളുടെ ബീറ്റ കോശങ്ങൾ സ്രവിപ്പിക്കുന്ന ഇൻസുലിൻ ഏത് തരത്തിൽപ്പെട്ട ഹോർമോൺ ആണ്? ഓപ്ഷൻ ബി പെപ്റ്റൈഡ് ആണ്. പുരുഷ ബീജ കോശങ്ങൾക്ക് പോഷകങ്ങൾ നൽകുന്ന കോശങ്ങൾ സെർട്ടോളി കോശങ്ങളാണ്. താഴെ പറയുന്നവയിൽ രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹി, ഓപ്ഷൻ ബി ഗസ്റ്റേറ്ററി ഗ്രാഹി. രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹി ഗസ്റ്റേറ്ററി ഗ്രാഹി. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് വഹിക്കാൻ കഴിയുന്ന ഓക്സിജൻ മോളിക്യൂളിൻ്റെ എണ്ണം? ഓപ്ഷൻ ഡി ആണ് 4. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് വഹിക്കുവാൻ കഴിയുന്ന ഓക്സിജൻ മോളിക്യൂളിൻ്റെ എണ്ണമാണ് 4. താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ ലോബ് ഒസിപ്പിറ്റൽ ലോബ്. ബോട്ടുലിസം പരത്തുന്ന ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം. PMJAY അറിയപ്പെടുന്നത് ആയുഷ്മാൻ ഭാരത്. ഇനി വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ആൻസേഴ്സ് മാത്രം പറയുന്നു. 46ാമത്തെ ചോദ്യം ചെയ്തു നോക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ ബി ആണ് 12. 47ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 48ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് 0.025. 49ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് 44. 50ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് 70. 51ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് 8. 52ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് 270. 53ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് 130. 54 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 10. 55ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് 10. 56ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് 8. 57ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് 24. 58 ഓപ്ഷൻ ബി ആണ് ഉത്തരം 2. അടുത്തത് 59 ഓപ്ഷൻ എ ആണ് ഉത്തരം 20. 60 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 300. ഇനി വരുന്ന ചോദ്യങ്ങൾ
ടീച്ചർ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കാം. വികാസ തത്വമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, വികാസം പ്രവചനാതീതമാണ്. സ്വന്തം മാനസിക അവസ്ഥയും മാനസിക പ്രതിഭാസങ്ങളെയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിവരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യുന്ന രീതി. ഓപ്ഷൻ ബി, ആത്മനിഷ്ഠ രീതി. പഠന നിയമത്രയത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി, സാമ്യതാ നിയമം. നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിൻ്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലുമുണ്ടെന്ന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നത്. ഓപ്ഷൻ സി ആണ് റേറ്റിംഗ് സ്കെയിൽ. അന്ത്യബാല്യത്തിലെ പ്രകൃതവും സവിശേഷതയും ഏത്? ഓപ്ഷൻ ബി, പഠനത്തിലും കളികളിലും മത്സരബോധം വർദ്ധിക്കുന്നു. ചെറു വാക്യങ്ങളിലൂടെയുള്ള നിർദ്ദേശങ്ങൾ തിരിച്ചറിയും പദസ്വാധീനം കുറവുമാണ് എന്നത് ഏത് പ്രായത്തിലെ സവിശേഷതയാണ്? ഓപ്ഷൻ എ, 3 to 4. കേന്ദ്രീകൃത ചിന്തനം ഏത് ഘട്ടത്തിലെ സവിശേഷതയാണ്? ഓപ്ഷൻ ബി ആണ് പ്രാഗ് മനോവ്യാപാര ഘട്ടം. മുതിർന്നവരുടെ പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുമെന്ന് തെളിയിക്കുന്ന പരീക്ഷണം. ബോംബോ പാവ പരീക്ഷണം. പിയാഷെയുടെ സന്മാർഗിക വികാസഘട്ടത്തിൽ നീതിബോധത്തിൻ്റെ ഘട്ടം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ആട്ടോണമി അഡോളസെൻസ്. അടുത്തത്, മഞ്ഞുമലയുമായി സാദൃശ്യമുള്ളതായി നിരീക്ഷിക്കപ്പെടുന്ന മനസ്സിൻ്റെ തലം അബോധ മനസ്സ്. ശരീരത്തിലെ പേശികളുടെ വലിപ്പവും ശക്തിയും കുറഞ്ഞുവെന്ന് ശരീരചലനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ മസ്കുലർ ഡിസ്ട്രോഫി. ഒരു വ്യക്തി തൻ്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളിൽ ചുമത്തി സ്വയം രക്ഷപ്പെടുന്ന തന്ത്രം പ്രക്ഷേപണം. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ബഹുവിധ വൈകല്യം എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കാനായി 1999 ഡിസംബർ 30 പാർലമെൻറ്റ് പാസ്സാക്കിയ ആക്ട്. ഓപ്ഷൻ ബി ആണ് നാഷണൽ ട്രസ്റ്റ് ആക്ട്. പ്രകൃതിയാധ്യാപനത്തിലെ 4 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി, ചോദ്യം ചോദിക്കൽ, സംഗ്രഹിക്കൽ, വിശദീകരിക്കൽ, പ്രവചിക്കൽ. പ്രകൃതിപരമായ ബുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ സി ആണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ മനസ്സിലാക്കൽ. പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന പഠന ബോധന പരിപാടികൾ ഉറപ്പുവരുത്തുവാൻ സഹായിക്കുന്ന ഒരു ആന്തരിക പഠന പിന്തുണ സംവിധാനമാണ് ഓപ്ഷൻ എ, വാർഷിക പ്രവർത്തനാസൂത്രണം. പുനരുപയോഗത്തിന് വേണ്ടി ആവശ്യമായ വിവരങ്ങൾ, പദങ്ങൾ, ആശയങ്ങൾ എന്നിവ ഓർത്തുവയ്ക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഇവ ഒന്നുമല്ല. ആന്തരിക പ്രേരണയുടെ സവിശേഷത അല്ലാത്തത്. ഓപ്ഷൻ എ ആണ്. നേട്ടങ്ങളോ അംഗീകാരങ്ങളോ പ്രേരിതമാക്കുന്നു. പഠിക്കുവാനുള്ള വസ്തുവിനെ ഏതെങ്കിലും സ്ഥലവുമായി ബന്ധപ്പെടുത്തി ഓർമ്മിക്കാൻ ശ്രമിക്കുന്ന രീതി ദൃശ്യവൽക്കരണ പഠനം. കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്തുകയും കൂടുതൽ മികവുള്ളതാക്കുക എന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണം മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് ജെറോം എസ് ബ്രൂണർ. അടുത്തത്, ഡാഷ് ഇസ് എ മിനിമൽ ഡിസ്റ്റിങ്ക്റ്റിംഗ് സൗണ്ട് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ്. ഓപ്ഷൻ ഡി, phoneme. The arrangement of words and phrases to create well-formed sentences in language is called syntax. Every one of us will kick the bucket someday. What does the idiom kick the bucket means? Option C, to die. If you dash hard, you will succeed. Option D, work. If you work hard, you will succeed. Fill in the blanks using the suitable preposition. We had recovered dash his illness. He had recovered from his illness. Use the correct form of the verbs given in brackets. Barking dogs seldom bite. Who is regarded as the exponent of universal grammar? Noam Chomsky. The acronym DIET stand for. Option B, District Institute of Education and Training, DIET. Which among the following is an imperative sentence? Option C, obey your elders. Dash is her favorite sports. Swimming is her favorite sports.
ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ വർഗീകരണം അനുസരിച്ച് ബൗദ്ധിക ബോധനോദ്ദേശ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് സംഘാടനം. സൂക്ഷ്മ ബോധനത്തിന് യോജിച്ച പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ജ്ഞാന നിർമ്മിതിവാദത്തിലെ മൂല്യനിർണ്ണയ രീതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി യൂണിറ്റ് ടെസ്റ്റ്. മണിയറ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് മാധവൻ അയ്യപ്പത്ത്. ചെറുകഥയിലെ സംക്രമ പുരുഷനാണോ ഉറൂബ് എന്ന് നിരീക്ഷിച്ചത് ആര്? KS രവികുമാർ. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഞാൻ NN പിള്ള. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കരപ്പിള്ള. അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് ഭാരതി ഉദയഭാനു. എൻ്റെ വഴിത്തിരവ് പൊൻകുന്നം വർക്കി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നമ്പ്യാതമിഴ് കൃതികളിൽ ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ ദേവി മഹാത്മ്യം. വി ഷിനിലാലിൻ്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കഥയിൽ സൂചിതമായ ചരിത്ര പുരുഷന്മാർ ആരെല്ലാം? ഓപ്ഷൻ ബി ആണ് കുമാരനാശാൻ, ശ്രീനാരായണ ഗുരു. വാദ്യാർ കഥകളിലൂടെ പ്രസിദ്ധമായ കഥാകൃത്ത് ആര്? കാരൂർ നീലകണ്ഠപിള്ള. കേരള ഭാഷാ വ്യാകരണം എന്ന കൃതിക്ക് യോജിച്ച പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് 1, 2, 3 ശരി. 1, 2, 3 ശരി. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിപ്പോയത്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, ആൻസേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.